അടിപൊളിയായിരുന്നു. എനിക്ക് എന്താ 4K പിന്നെയും എന്താ ഞാൻ അങ്ങനെ തിയേറ്ററിൽ ഈ പടം അങ്ങനെ കണ്ടിട്ടില്ല. ആദ്യമാണ് തിയേറ്ററിൽ പോയിട്ട് കാണുന്നത്. കൂടുതലും ടിവിയിലാണ് കണ്ടത്. അപ്പൊ തിയേറ്ററിൽ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് ചെയ്യണ്ടേന്നുള്ളൊരു എക്സ്പീരിയൻസ് കിട്ടിയോണ്ട് ആ ഒരു അടിപൊളി സന്തോഷമുണ്ട്. ഓ ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. എന്താ അയ്യോ പുള്ളി നേരിട്ട് സായികുമാറിനെ വന്ന് ത്രെട്ട് ചെയ്യണില്ലേ, അത് ആ സീനൊക്കെ പൊളിയായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു തിയേറ്ററിൽ. കൊള്ളായിരുന്നു. നമ്മള് ടി വിയിൽ കാണുന്ന പോലെ അല്ല, നല്ല ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ എല്ലാരും ആ ഒരു വൈബിൽ പിടിച്ചുകൊണ്ട് കൊള്ളാം. അതെ അതെ, നമ്മളെല്ലാരും കാണണം. കാരണം വ്യത്യസ്ത ഒരു എക്സ്പീരിയൻസ് ആണ്. എല്ലാരും അടിപൊളിയായിരുന്നു. നമ്മൾ ടി വിയില് വീട്ടാരമ്പം കാണുന്ന പോലെ അല്ല, ലൈക്ക് ഒന്ന് നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. അത്രേ ഉള്ളൂ. എല്ലാരും കാണും. ലാലേട്ടന്റെ തിരിച്ചറിയും. അതെ കൊള്ളാം, നല്ല രസമുണ്ട്. അത്യാവശ്യം അടിപൊളി, അത്രേ ഉള്ളൂ. കലാമണിയില്ലേ തിലകൻ മരിക്കും. തിലകൻ രാജം പൊളി സാധനം. റീ റിലീസ് കണ്ടിട്ട് പൊളി സാധനം കാണണം. അത് ഒന്നും പറയാനില്ല. ഗംഭീരം. ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം അടിപൊളിയാണ്. പിന്നെ ആ ഒരു പഴയൊരു രീതിയിൽ നിന്ന് മാറിയിട്ട് ഈ ഒരു സൗണ്ടിൽ കേൾക്കുമ്പോൾ തന്നെ കാണുമ്പോഴും അതിൻ്റെ ഒരു എഫക്ട് വേറെയാണ്. ഇപ്പം ഈ കലാമണിയൊക്കെ വന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ലാലേട്ടൻ വന്നതിനേക്കാളും ഒന്നും കൂടി ഒരു അടിപൊളിയായിട്ടുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ഓ ഗംഭീരം, ഒന്നും പറയാനില്ല. സ്ക്രീൻ പ്രസൻസ് എന്നൊക്കെ പറഞ്ഞ അടിച്ചോ ഒന്നും പറയാനില്ല. ഗംഭീരം. മനുഷ്യേട്ടൻ്റെ എൻട്രി ഒക്കെ മാസമായിരുന്നു. ഫിലിമായിരുന്നു തിയേറ്ററിൽ. ഓക്കെ, താങ്ക് യു. മരിച്ചവരൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വില്ലൻ വേഷം ചെയ്തിരുന്ന ആൾക്കാരൊക്കെ കോമഡി ചെയ്യാനുണ്ടല്ലോ. ചോട്ടാ മുംബൈയിൽ ഫുള്ള് കോമഡി ബേസ് ആണ് ചെയ്തേക്കുന്നത് എല്ലാവരും. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞ പോലെ കൊച്ചി ബേസ് പടമാണ്. ഞാനൊരു കൊച്ചിക്കാരനാണ്, തമ്പനത്താണ് എന്റെ വീട്. അപ്പൊ അത് കാണുമ്പോ നമുക്ക് പ്രത്യേകിച്ച് ഒരു മണിച്ചേട്ടനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അടിച്ചല്ല, ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പൊ പണ്ട് മരിച്ച ആൾക്കാർ കൂടുതൽ നമുക്കിത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇപ്പൊ അവരൊക്കെ ജീവിച്ചിരിപ്പില്ല. അവരൊക്കെ സ്ക്രീനിൽ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. 4K നൈസായിട്ടുണ്ട്. സൗണ്ട് ഒക്കെ നല്ല. പിന്നെ വനതുവരത പറയണ്ടല്ല, 4K അറ്റ്മോസ് ആണ്. അതിനുവേണ്ടിയുള്ള തിയേറ്റർ ആണല്ലോ. വേറെ കൊച്ചിയിൽ ഏത് തിയേറ്ററിൽ കണ്ട് ഈ ഒരു സൗണ്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നാനുള്ള. വനതുവരത തന്നെ കാണണം. ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് കയറി കാണാവുന്ന ഒരു പടം ചോട്ടാ മുംബൈ. കാര്യം പറഞ്ഞാൽ ചോട്ടാ മുംബൈ ഒക്കെ 100 തവണ കൂടുതൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ തിയേറ്ററിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പൊ അതുകൊണ്ട് തന്നെ റീ റിലീസ് ആയപ്പോ തിയേറ്ററിൽ ഒന്ന് കണ്ടു. പക്ഷെ ഇപ്പോഴും കണ്ടപ്പോഴും ഞാൻ പറയാം, ഒരു തരി ലാഗോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തല്ല. കാരണം എത്രയോ തവണ ഈ പടം കണ്ടു, എന്നിട്ട് ഇതുവരെ എനിക്ക് ആ ഒരു ലാഗിന്റെ ഫീൽ കിട്ടിയല്ല. കാര്യം പറഞ്ഞാൽ അഭിനയിച്ചു വെച്ചത് ജഗതി, അതേപോലെ തന്നെ കലാഭവമണി, പിന്നെ രാജൻ പീദേവ്, അവരൊക്കെ വീണ്ടും കാണാൻ പറ്റിയതും വലിയ കാര്യം തന്നെയാണ്. എന്തായാലും പടം കണ്ടപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു, പഴയ മോഹൻലാലിനെ വീണ്ടും കാണാൻ പറ്റി. ആ ഒരു സംഭവം വെച്ച് നോക്കുമ്പോൾ കിട്ടില്ല.